മലയാളികളെ, നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഇതൊന്ന് കേട്ടോളൂ. നമ്മളുടെ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ ഹരിനാമ കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഈ വന്ന ദുരിതം അകലെ പോവതിന് പുനർ ഈ വണ്ണമുള്ളൊരു ഉപദേശങ്ങൾ ഇല്ലുലകിൽ ജീവന്നു കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങൾ ഒന്നൊഴികെ നാരായണായ നമ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ കഷ്ടങ്ങൾ നീങ്ങാനായിക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു തരാം: ഭഗവാന്റെ നാമങ്ങൾ ജപിക്കൂ, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കൂ. ഈ നാമജപത്തിലൂടെ നമ്മൾക്ക് വന്നിട്ട് കഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവാണ്. അദ്ദേഹം വിദ്യാഭ്യാസം ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം പണ്ഡിതനാണ്. അദ്ദേഹം മലയാളത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾക്കായിട്ട് തന്ന ഈ ഉപദേശത്തെ നാം വേണ്ട പോലെ മനസ്സിലാക്കി ദിവസം ഭഗവാന്റെ നാമം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ പ്രകാരം നമ്മൾക്ക് ഈ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാവും. നമുക്ക് സന്തോഷമായിട്ടുള്ള ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും. അതുകൊണ്ട് മാത്രമല്ല, അതിന് സപ്പോർട്ടായിക്കൊണ്ട് പൂന്താനവും പറഞ്ഞിട്ടുണ്ട്: കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതും ഇല്ല യജ്ഞമറിഞ്ഞാലും. ഈ കലിയുഗത്തിൽ ചെയ്യേണ്ട യജ്ഞം ഇത് മാത്രമാണ്. എന്താണത്? ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ വീണ്ടും പൂന്താനം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഗുരുനാഥൻ തുണചൈക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ എന്നാ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ മനുഷ്യജന്മത്തെ സഫലമാക്കുവാനും നമ്മളുടെ കഷ്ടങ്ങളിൽ നിന്ന് നമ്മൾക്ക് മേലെ വരുവാനും നമ്മൾക്ക് ഒരു എളിയ വഴിയാണ്. എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കുക. എന്ത് നാമമാണ് ജപിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് അനവധി നാമങ്ങളുണ്ട്. അതിൽ പൊതുവെ ഈ മഹാമന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഇതി ഷോഡശകൻ നാമ്നം കലികന്മഷനാശനം എന്ന് കലിസന്ധരണ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 16 നാമങ്ങൾ ജപിക്കുന്നവർക്ക് വന്നിട്ട് കലിയുടെ കന്മഷങ്ങളിൽ നിന്ന് മേലെ വരാൻ സാധിക്കും എന്ന് കലിസന്ധരണ ഉപനിഷത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.